പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് അതായത് ഘനരൂപങ്ങൾ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ. കാൽക്കുലേഷനൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം, തെറ്റരുത്. അപ്പോൾ എന്താണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്? ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ പിരമിഡ്, അതായത് സമചതുര സ്തൂപിക. ഈ പേര് വരാൻ കാരണം ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒന്നാമത്തെ ഇടത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ചിത്രം അതൊരു പേപ്പറിൽ വെട്ടിയെടുത്ത രൂപമാണ്. അതിൻ്റെ നടുക്ക് വന്നിരിക്കുന്നത് ഒരു സമചതുരമാണ്, ഒരു സ്ക്വയർ. ബാക്കി വരുന്ന 4 എണ്ണവും ഐസോസിലസ് ട്രയാങ്കിൾസ്, അതായത് സമപാർശ്വ ത്രികോണങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരേ വലിപ്പമുള്ള സമപാർശ്വ ത്രികോണങ്ങൾ, ഐസോസിലസ് ട്രയാങ്കിൾസ്, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മടക്കി കഴിഞ്ഞാൽ കിട്ടുന്ന രൂപമാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന ബേസ്, അതിൻ്റെ ഷേപ്പ് സമചതുരമായിരിക്കും. അതുകൊണ്ടാണ് മലയാളം മീഡിയക്കാരതിനെ സമചതുര സ്തൂപിക എന്നും ഇംഗ്ലീഷ് മീഡിയക്കാരതിനെ സ്ക്വയർ പിരമിഡ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ഭാഗത്തെ നമ്മൾ ബേസ് എന്നും അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ലാറ്ററൽ ഫേസസ് എന്നുമാണ് പറയുക. എന്ന് പറഞ്ഞാൽ പാദമുഖവും പാർശ്വമുഖങ്ങളും. മുഖങ്ങൾ എന്ന് പറയാൻ കാരണം അതിൽ 4 സൈഡുകൾ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പാർശ്വമുഖങ്ങൾ എന്ന് പറയാം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, ഫോൾഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് കിട്ടിയ രൂപമാണ്, അത് മടക്കി കിട്ടുന്ന രൂപമാണ് ഞാനതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പോർഷനിലേക്ക് വരാം. ഇതിലെ ഓരോ സൈഡുകൾക്കും വശങ്ങൾക്കും വക്കുകൾക്കും ഒക്കെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഞാനിതിൽ പ്രധാനമായിട്ടും 2 വക്കുകൾക്കാണ് പേര് കൊടുത്തിരിക്കുന്നത്, 2 എഡ്ജസിന്. ബാക്കിയുള്ള നമുക്ക് അതിന് ശേഷം പറയാം. ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്? സ്ക്വയർ പിരമിഡ്, അതായത് സമചതുര സ്തൂപിക. അതിൻ്റെ സൈഡിൽ വരുന്ന വക്ക് അതിനെ ലാറ്ററൽ എഡ്ജ് എന്നാണ് പറയാം, അതായത് പാർശ്വവക്ക് എന്ന് പറയാം. പാർശ്വവക്ക് നമ്മൾ ഇ എന്ന ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുക. പാർശ്വവക്ക് നമുക്ക് ഇ എന്ന ലെറ്റർ വെച്ചിട്ട് കാണിക്കാം. ലിസൺ, ഓക്കെ, സ്മോൾ ലെറ്റർ ഇ. അതേപോലെ തന്നെ ബേസ് എഡ്ജ്, അതിനെ നമുക്ക് എ എന്ന ലെറ്റർ വെച്ചിട്ട് കാണിക്കാം. എയും ഇയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെ താഴെ ബേസ് എഡ്ജ് ഞാൻ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പിക്ചറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബേസ് എഡ്ജ്, അതായത് പാദവക്ക് എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും, അല്ലേ? 4 എണ്ണം ഉണ്ടാവും. ആ 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബേസ് പെരിമീറ്റർ, അതായത് പാദ ചുറ്റളവ് ലഭിക്കും. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് വരാം. അടുത്തത് ലാറ്ററൽ എഡ്ജ്, അതായത് പാർശ്വവക്ക്. പാർശ്വവക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ടാവും? ലാറ്ററൽ എഡ്ജ് ചിത്രത്തിൽ 4 എണ്ണം ഉണ്ടാവും, അല്ലേ? 4 എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് എയും ഇയും എന്താണെന്നുള്ളത് നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ, ഇനി മറന്നു പോകരുത്. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ അതിൽ നിങ്ങൾ ഇപ്പോൾ പറയാത്ത 2 പേരുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ലാൻഡ് ഹൈറ്റ്, അതായത് പാദവക്കിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും കണ്ടോ ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ടോപ്പിലേക്ക് ഞാനൊരു ലൈൻ വരച്ചിരിക്കുക. അതാണ് ചരിവ് ഉയരം, അതായത് സ്ലാൻഡ് ഹൈറ്റ്. അതിനെ നമ്മൾ സാധാരണ എൽ എന്ന ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് നടുക്കെന്നുള്ള ഉയരം, കണ്ടോ സെൻറ്ററിൽ നിന്നുള്ള കറക്റ്റ് ആ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ്, അതാണ് ഉയരം. അതിനെ നമ്മൾ എച്ച് എന്ന ലെറ്റർ വെച്ചിട്ട് കാണിക്കുന്നു. പിന്നെ അവിടെ താഴെ നിങ്ങൾക്ക് കാണാം A/2 എന്ന് കൊടുത്തിരിക്കുന്നത്, പാദവക്കിൻ്റെ പകുതി. പക്ഷേ നിങ്ങൾ നോക്കും അവിടെ എങ്ങനെയാണ് A/2 വരുന്നത്?
അതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ലെങ്ത്ത്, ഞാൻ ഈ ഡ്രോ ചെയ്യുന്ന ഈ ഒരു ലെങ്ത്താണ് എ. അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ അത് വരുന്നത്. ഓക്കെ, അവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, ഒരു മട്ടത്രികോണം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മട്ടത്രികോണം വെച്ച് നമുക്ക് പറയാം, ശ്രദ്ധിക്കുക, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം ഉയരം സ്ക്വയർ, അല്ല കർണം സ്ക്വയർ അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഞാനതിങ്ങനെ എഴുതുന്നത് എച്ച് സ്ക്വയറും അതേപോലെ തന്നെ a/2 ഹോൾ സ്ക്വയറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കർണം സ്ക്വയറായ എൽ സ്ക്വയർ കിട്ടും അല്ലേ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന റിസൾട്ട്. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒന്ന് ഓർത്ത് വെക്കുക. എ എന്തായിരുന്നു? ബേസ് എഡ്ജ്, അതായത് പാദവക്ക്. ഇ എന്തായിരുന്നു? പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. അടുത്തത് എൽ എന്തായിരുന്നു? സ്ലാൻഡ് ഹൈറ്റ്, അതായത് ചരിവ് ഉയരം. അതേപോലെ തന്നെ എച്ച് എന്തായിരുന്നു? ഉയരം, അതായത് ഹൈറ്റ്. അപ്പോൾ ഈ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഇതേപോലെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ വരുന്നുണ്ട്, അതിലേക്ക് വരാം. ഇനി നമുക്ക് ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു 3 വാല്യൂസ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ഇക്വേഷൻ കൂടെ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം ഇതിൽ. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്ന ഹാഫ് ദി ബേസ് എഡ്ജ് എന്ന പാദവക്കിൻ്റെ പകുതി, ശരിയല്ലേ? പാദവക്കിൻ്റെ പകുതി, ഞാൻ ആ റെഡ് കളറിൽ കാണിച്ച നീളം മാത്രം നിങ്ങൾ എടുത്താൽ മതി. അത് പാദവക്കിൻ്റെ പകുതിയല്ലേ, ഇത്. ഓക്കെ, അതാണ് a/2. പിന്നെ സൈഡിലുള്ളത് പാർശ്വവക്ക്, ലാറ്ററൽ എഡ്ജ്, അതായത് ഇ. പിന്നെ കുത്തനെയുള്ളത് സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരം, അതായത് എല്ല്. അപ്പോൾ ഇത് 3 കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെയും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, ഒരു മട്ടത്രികോണമുണ്ട്. ആ മട്ടത്രികോണത്തിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോണം എങ്ങനെയാണ് വരിക, ശ്രദ്ധിക്കുക. എന്താണ്? എൽ സ്ക്വയർ പ്ലസ്, പറഞ്ഞോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ. കേട്ടോ, എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ. അപ്പം നമ്മളിപ്പോൾ 2 ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഇതുപോലെ ഒരെണ്ണം തൊട്ട് മുന്നിൽ നമ്മൾ പഠിച്ചു, ഇപ്പോൾ ഇതാ ഒരെണ്ണം കൂടെ പഠിച്ചു, ഇപ്പോൾ 2 എണ്ണമായി. മനസ്സിലായോ? മറന്നു പോകരുത്, ഓർത്ത് വെക്കുക. അത് ബൈഹാർട്ട് പഠിച്ചോളണേ, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി മെഷർമെൻറ്റുകളാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത് ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാദ പരപ്പളവ് കണ്ടോ, അതിൻ്റെ ഏരിയ a² വരിക. താഴെ വരുന്നതൊക്കെ എ അല്ലേ, ഇതൊക്കെ എ ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയറാണ് താഴെയുള്ളത് അല്ലേ, സമചതുരം. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? a². ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ. എന്ന് പറഞ്ഞാൽ പാർശ്വതല പരപ്പളവ്. അത് കാണാനുള്ള ഇക്വേഷൻ 2al. ഓക്കെ, അടുത്തത് അത് നമുക്ക് വേണമെങ്കിൽ LSA എന്ന് പറയാം, ലാറ്ററൽ സർഫസ് ഏരിയ. മലയാളം മീഡിയക്കാർ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അടുത്തത് വരുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. എന്താ ടോട്ടൽ സർഫസ് ഏരിയ വരിക? TSA എന്ന് പറയാം, അതായത് ഉപരിതല പരപ്പളവ്. ഇത് കാണാനുള്ള ഇക്വേഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടലാണ് ചോദിച്ചേ. അപ്പോൾ താഴെ ബേസിൻ്റെ a² പിന്നെ 2al ആഡ് ചെയ്ത് കേട്ടോ, a² പ്ലസ് 2al. മനസ്സിലായോ? പിന്നെ വരുന്നത് ലാസ്റ്റ് വോളിയമാണ്, ഇതിൻ്റെ ഉള്ളളവ്. വോളിയം, അതായത് നമുക്ക് മലയാളത്തിൽ അതിന് വ്യാപ്തം എന്നാ പറയാം. വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 a²h. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്, ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഇക്വേഷൻസ് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഏകദേശം ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കണം.
ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കും. മലയാളം മീഡിയക്കാർക്ക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇംഗ്ലീഷിലുണ്ട്. ഫിഗർ ഗിവൺ അല്ല, പക്ഷേ ചിത്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ. അപ്പം ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ, വശങ്ങളെല്ലാം 5 സെൻറ്റിമീറ്റർ നീളമുള്ള സമചതുരം. അതാ നിങ്ങൾക്ക് താഴെ വരച്ച് തന്നിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ എല്ലാ സൈഡും 5 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഒരു വശം 5 സെൻറ്റിമീറ്ററും അതിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരം 8 സെൻറ്റിമീറ്ററുമായ 4 സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ഐസോസെലസ് ട്രയാങ്കിൾസ് ഓഫ് ബേസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ. അപ്പം ബേസ് 5 സെൻറ്റിമീറ്ററും ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്കുള്ള ഈ ഒരു ഹൈറ്റ് എത്രയാണുള്ളത്, 8 സെൻറ്റിമീറ്ററുമായിട്ടുള്ള 4 ഐസോസെലസ് ട്രയാങ്കിൾസ്. കണ്ടോ, ഇവിടുന്ന് മുകളിലേക്കുള്ളത് പറഞ്ഞ പോലെ 8. കണ്ടോ, ഇത് 5, ഇതിൻ്റെ ടോപ്പിലേക്ക് എത്രയാണുള്ളത് 8. വീണ്ടും ഇവിടെ 5, ഇതിൻ്റെ ടോപ്പിലേക്ക് എത്രയാണുള്ളത് 8 സെൻറ്റിമീറ്റർ. കണ്ടോ, ഇങ്ങനെ 4 ഐസോസെലസ് ട്രയാങ്കിൾസും ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ പിക്ചറിൽ എന്തൊക്കെയാണ് അറിയാവുന്നത് നിങ്ങൾ നോക്കി. ഐസോസെലസ് ട്രയാങ്കിൾസിലാണെങ്കിൽ നമുക്ക് ഇത് എച്ച് ആണോ പരിഗണിക്കുക? അല്ല. ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് എയും അതേപോലെ തന്നെ A5, ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് അത് പിന്നെ എന്താ പറയുക, സമചതുര സ്തൂപികയുടെ പാദവക്ക് അല്ലേ തന്നിരിക്കുന്നത് 5. ദെൻ രണ്ടാമത് തന്നിരിക്കുന്ന ഈ ഒരു ഉയരം എന്ന് പറയുന്ന ഹൈറ്റ് അല്ല, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും എല്ലാണ്, സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടാണ് വരിക അല്ലേ, ചരിവൂരായിട്ടാണ് വരിക. അതെത്രയാണുള്ളത് 8 ആണുള്ളത്. നമുക്കിവിടെ കാണാൻ പറഞ്ഞത് ഹൗ മെനി സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ നീഡഡ്. ഇതിന് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ കടലാസ് വേണം. ഈ കടലാസ് വേണം എന്ന് ചോദിച്ചാൽ ഇത് ചുറ്റും പൊതിയാനാണ്, അല്ലെ ഇത് മെയ്ക്ക് ചെയ്യാനാണ്, ഉണ്ടാക്കാനാണ്. ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പുറത്തൂടെയുള്ള ഏരിയ. പുറത്തൂടെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കാണേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ഉപരിതല പരപ്പളവാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി ഞാൻ A5 എന്നും L8 എന്നും ഇവിടെ എടുക്കും. എന്നിട്ട് ഞാൻ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടോ, ഉപരിതല പരപ്പളവ് അങ്ങനെ എഴുതിയാൽ മതി, TSA എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതും. A² + 2AL. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5² + 2 × 5 × 8 that is 25 + 10 × 8 that is 25 + 80 that is 105 സ്ക്വയർ സെൻറ്റിമീറ്റർ പേപ്പർ നീഡഡ്. അതായത് 105 ചതുരശ്ര സെൻറ്റിമീറ്റർ പേപ്പർ വേണം ഇത് ഉണ്ടാക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം, തെറ്റാതെ ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ ഇത് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. എ ടോയ് കേട്ടോ, ഒരു ടോയ് ആണ്, ഒരു കളിപ്പാട്ടമാണ്. ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. സമചതുര സ്തൂപികാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടം അല്ലേ. ആൻഡ് ബേസ് എഡ്ജ് 16 സെൻറ്റിമീറ്റർ. ബേസ് എഡ്ജ് എത്രയാണ്? പാദവക്ക് 16 സെൻറ്റിമീറ്റർ അല്ലേ. ബേസ് എഡ്ജ് 16 സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. ചരിവ് വരെ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം എന്താണ്, ബേസ് എഡ്ജ് 16 സെൻറ്റിമീറ്റർ. ഇവിടെ 16 കേട്ടോ, ഇതൊക്കെ 16 ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? ചരിവ് ഉയരം 10 സെൻറ്റിമീറ്റർ. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് നമുക്ക് 10 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 500 സച്ച് ടോയ്സ്. ആയിട്ട് 500 ടോയ് പെയിൻറ്റ് ചെയ്യാൻ എത്ര പേപ്പർ അല്ല എന്താണ് ചിലവാകും? എങ്ങനെയാണ് ചിലവ് വരുന്നത്? 80 rupees per സ്ക്വയർ മീറ്റർ. ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകുന്നതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ നമുക്ക് തന്ന മെഷർമെൻറ്റുകളൊക്കെ അങ്ങോട്ട് എടുത്തെഴുതാം. നമുക്കൊന്ന് തന്നിരിക്കുന്നത് A ആണ്. A എത്രയാണ്? 16 ആണ്. രണ്ടാമത് തന്നിരിക്കുന്നത് L കേട്ടോ. L ഈസ് ഈക്വൽ ടു എത്രയാണ് പറയും? 10 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പം എയും എല്ലും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എ എന്ന് പറഞ്ഞാൽ പാദവക്ക്, ദാറ്റ് ഈസ് ബേസ് എഡ്ജ്. എൽ എന്ന് പറഞ്ഞാൽ ചരിവ് ഉയരം അല്ലേ. ചരിവ് ഉയരത്തിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ,
അപ്പം നമുക്ക് കാണേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഇതാ TSA, ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, A² പ്ലസ് 2AL. കേട്ടോ, ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാൻ നേരെ കൊടുക്കാം, എനിക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാം. A² എന്ന് പറയുമ്പോൾ 16² പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു L എത്രയാ, 10. അപ്പം നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 16² 256ഉം അതേപോലെ തന്നെ 320 ആണ് അടുത്തത് വരിക. ഇത് നിങ്ങൾ സ്ക്വയർ ചെയ്യണം, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ എഴുതാം, 576 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈറ്റ. ഒരു ടോയുടെ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഈറ്റ എത്ര ടോയ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 500 ടോയ് ഉണ്ട് അല്ലേ? അപ്പം ഞാനിവിടെ എഴുതാണതാ TSA ഓഫ് 500 ടോയ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 500 കളിപ്പാട്ടത്തിൻ്റെ TSA എന്ന് വെച്ചാൽ ഉപരിതല പരപ്പളവ്. അതെങ്ങനെ കിട്ടും? ഒരെണ്ണത്തിൻ്റെ 576 ആണെങ്കിൽ 500 എണ്ണത്തിൻ്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 576 ഇൻറ്റു 500. കണ്ടോ, 576 ഇൻറ്റു 500. ഇത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ 500 എണ്ണത്തിൻ്റെ സർഫസ് ഏരിയ. കഴിഞ്ഞില്ല. അപ്പോൾ ഇത്ര ഏരിയക്ക് ഇത് സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് മെഷർമെൻ്റ് ഉള്ളത്. നമുക്കതിനെന്താക്കണം? സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? 576 ഇൻറ്റു 500 അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യട്ടോ, ഡിവൈഡഡ് ബൈ നിങ്ങൾ ഓർത്ത് വെക്കണേ, സ്ക്വയർ സെൻറ്റിമീറ്ററിലാണുള്ളത്. അത് മീറ്റർ സ്ക്വയറിലേക്ക്, അതായത് സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്ലാസ്സിലെടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് ഓർത്ത് വെക്കുക, സ്ക്വയർ സെൻറ്റിമീറ്ററിനെ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തിനാണ് ഇത് മാറ്റുന്നത്? കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, 80 rupees പെർ സ്ക്വയർ മീറ്റർ. കണ്ടോ, ചതുരശ്ര മീറ്ററിന് 80 രൂപ എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ചിലവ് അല്ലേ, നമ്മുടെ കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പറ, ചിലവ് എങ്ങനെ കണ്ടുപിടിക്കുക? ചിലവാട്ടോ, ചിലവ് എങ്ങനെ കണ്ടുപിടിക്കുക? 576 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 10,000 കണ്ടോ ഇൻറ്റു 80. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാൻസലേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്തില്ല, ഇതുവരെ ഇത്രയും സമയം ഞാൻ ഒരു മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. 0 0 ക്യാൻസൽ, കണ്ടോ, 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ, കണ്ടോ, 0 0 ക്യാൻസൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 576നെ നമുക്ക് വേണമെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷനോട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിംപ്ലിഫിക്കേഷനോട് കിട്ടും. ഇവിടെ കാണിച്ചു തരാം എന്താ വരുന്നത് നോക്കിയേ. 576 ഇൻറ്റു, ഇനി 5 ഇൻറ്റു 8 ഒരു 40 ഇല്ലേ ഇവിടെ, കണ്ടോ, 40 ഡിവൈഡഡ് ബൈ എത്രയാ, 10. അപ്പോൾ എന്താ പ്രത്യേകത ഉള്ളത്? അവിടെ വീണ്ടും നമുക്ക് സീറോസ് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ നോക്കിയതാ, ആരാ ക്യാൻസലായി പോകുന്നത്? ഇവിടെയുള്ള ഈ 0യും ക്യാൻസൽ. അപ്പോൾ 576 ഇൻറ്റു 4 എന്ന് വരുന്നു. കേട്ടോ, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2304 റുപ്പീസ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇത്രയും രൂപയാണ് ഈ ടോയ് പെയിൻറ് ചെയ്യാൻ ചിലവ് വരുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എന്നാലേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്ത വർക്കുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ വിസിബിൾ ആക്കിയിട്ടുണ്ട്. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്ക്വയർ പിരമിഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ? സമഭുജ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും സെയിം ആയിരിക്കും. നേരത്തെ ഐസോസിലസ് എന്ന് പറഞ്ഞത് സമപാർശ്വം എന്നാണ് പറഞ്ഞിരുന്നത്.
പക്ഷെ അതിന് പകരം നമ്മളിവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണങ്ങളാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആൻഡ് ബേസ് എഡ്ജ് ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് എഡ്ജ് എത്ര? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് 30 കൊടുക്കാം, ഇവിടെ 30 കൊടുക്കാം, ഇവിടെ 30 കൊടുക്കാം, ഇതും 30 കേട്ടോ. അതേപോലെ ഇവിടെ വരുന്ന എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇക്വേഷൻ ഇവിടേക്ക് കൊണ്ടുവരണ്ട നിങ്ങൾ കേട്ടോ. അവിടെ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്, 30 30 30 കേട്ടോ. അതേപോലെ എല്ലാം 30 വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇവിടെ a² ആണ് ഇതിൻ്റെ ഏരിയ. എന്താണ് a²? എന്താ a² വരുന്നത്? 30². 30² എന്താ? 900 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? √3/4 a² ആണ് ഇതിൻ്റെ ഇക്വേഷൻ ഒരെണ്ണത്തിൻ്റെ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരുമെന്ന് പറഞ്ഞുകൊണ്ട്? √3/4 × 30². അപ്പോൾ എന്താ വരിക പറയും? ദാറ്റ്സ് ഈക്വൽ ടു √3/4 × 900 കേട്ടോ. ഇതാണ് ഇത് ഒരെണ്ണത്തിൻ്റെ ഏരിയ. ഈറ്റ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? 4 എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരിക പറയും? അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും കൂടെ ഏരിയ അതൊക്കെ സെയിമാണ്, ഇതേ വാല്യൂ എല്ലാത്തിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ വേണ്ടത്? ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് ബേസ് ഏരിയ, പാദ പരപ്പളവ് അല്ലേ? പാദ പരപ്പളവ് കിട്ടി, അത് 900 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് കിട്ടണം. അതായത് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ ബേസ് സ്ലാൻഡ് എന്താ പറയുക, ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് പാർശ്വതല പരപ്പളവാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അത് വരുന്നത് 4 × √3/4 a² എന്ന് പറയുമ്പോൾ a² എന്ന് പറഞ്ഞാൽ 900 ആണ് കിട്ടിയത് അല്ലേ? 900. അപ്പോൾ നമുക്കിവിടെ 4 ക്യാൻസൽ ചെയ്യാം. ആൻസർ വരുന്നത് 900 √3 ആണ് നമുക്ക് കിട്ടുന്നത്. 900 √3. അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാനൊന്ന് ഇവിടെ എഴുതി വെക്കാം. ഇതിൻ്റെ ഏരിയ കിട്ടിയത് 900. ഈ 4 എണ്ണത്തിൻ്റെയും കൂടെ ഏരിയ കിട്ടിയത് 900 √3. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടി 900 + 900 √3. മനസ്സിലായോ? 900 + 900 √3 ആണ് ഈ ഒരു ഫിഗറിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ഉപരിതല പരപ്പളവ് വരുന്നത്. നിങ്ങൾക്കിത് അഡീഷൻ പോസിബിൾ അല്ല കേട്ടോ. പല കുട്ടികളും 1800 √3 എന്ന് തെറ്റി ചെയ്തി കളയും. അത് പാടില്ല. സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് ഇടാൻ മറക്കരുത്. അഡീഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മൾ പഠിച്ച ഒരു ഐഡിയാസ് കാര്യമായിട്ട് ഇതിൽ വരുന്നില്ല കേട്ടോ. വലിയ ഇക്വേഷൻസ് ഒന്നും വരുന്നില്ല. നമ്മൾ 9th പഠിച്ച ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ, അതായത് സമഭുജ ത്രികോണത്തിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്, അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ദ പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് സ്ക്വയർ പിരമിഡ് ഈസ് 40 സെൻറ്റിമീറ്റർ. ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 40 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പിക്ചറിൽ താഴെ നിങ്ങൾക്കൊരു ഷെയ്ഡ് ചെയ്ത പാർട്ട് കാണാം, ബേസ് പാദം, അതിൻ്റെ ചുറ്റളവാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ 4 സൈഡും കൂടെ ആഡ് ചെയ്തത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 4a കേട്ടോ. എല്ലാ എയും കൂടെ ആഡ് ചെയ്ത് 4a, അത് 40 ആണ്. അപ്പോൾ അതാണ് തന്നിരിക്കുന്നത് പാദ ചുറ്റളവ് എന്ന് പറഞ്ഞത്. അപ്പോൾ 4a 40 ആണെങ്കിൽ a എന്താ ഉണ്ടാവുക? 40 / 4 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പാദ ചുറ്റളവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത്, ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജ് ഈസ് 92. എല്ലാ എഡ്ജും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ എത്ര എഡ്ജ് ഉണ്ട് ഇതിൽ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 8 എഡ്ജസ് ഉണ്ട്. അതിൽ 4 ബേസ് എഡ്ജ് അല്ലേ, 4 പാദവക്കുകളും പിന്നെ 4 പാർശ്വവക്കുകളും, അതായത് 4a-യും 4e-യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയാണ് 92 ഉണ്ട് എന്ന്. ശരിയാണ്. അതിൽ 4a എന്ന് പറയുന്നത് എത്രയാണ്? 40. ശരിയല്ലേ? അപ്പം 40 കൊടുക്കാം. 40 + 4e = എത്രയാണ്? 92. അപ്പം അങ്ങനെയാണെങ്കിൽ 4e എന്താ വരിക പറയും? 92 - 40 അല്ലേ? ഇത് മായ്ച്ചിട്ട് 92 എന്ന് കൊടുക്കാം.
92 മൈനസ് 40 ദാറ്റ്സ് ഈക്വൽ ടു എത്ര 92 മൈനസ് 40 ദാറ്റ് ഈസ് 52 ശരിയല്ലേ സോ ഇ ഈസ് ഈക്വൽ ടു 52 ഡിവൈഡഡ് ബൈ 4 എന്താ ഈ വരിക പറ 13 കണ്ടോ ഇ ഈസ് ഈക്വൽ ടു 13 മനസ്സിലായില്ലേ അപ്പോൾ ഇ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി നമുക്ക് 13 ആണെന്ന് കിട്ടി അപ്പോൾ അതായി ഇനി അപ്പോൾ എ കിട്ടി ഇ കിട്ടി ഇവർ നമ്മളോട് കണ്ടെടുത്താൻ പറഞ്ഞത് എന്താണ് സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവാണ് കാണാൻ പറഞ്ഞത് നമുക്ക് എയും ഇയും അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ് എയും എല്ലും ആണ് വേണ്ടത് അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇക്വേഷൻ എന്തായിരുന്നു ഇക്വേഷൻ പറയും ഓർമ്മയുണ്ടോ ഞാൻ പറയാം എൽ സ്ക്വയർ പ്ലസ് കേട്ടോ a/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു നോക്കി എൽ സ്ക്വയർ എന്താ അറിയില്ല എൽ സ്ക്വയർ ആണ് കാണണ്ടല്ലോ എൽ സ്ക്വയർ പ്ലസ് എന്താ a/2 അതായത് 10/2 ശരിയല്ലേ ഹോൾ സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ കൊടുക്കേണ്ടത് 13 സ്ക്വയർ അതായത് നമ്മൾ കണ്ടുവച്ച ഈ ഒരു വാല്യൂ അതേപോലെ തന്നെ ഈ ഒരു വാല്യൂ കേട്ടോ ഇത് രണ്ടുമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എൽ സ്ക്വയർ പ്ലസ് 10/2 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ വീണ്ടും എൽ സ്ക്വയർ പ്ലസ് എന്താ 5 സ്ക്വയർ 25 അല്ലേ 25 ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 ദെൻ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 25 വലത്തെ സൈഡിലോട്ട് പോട്ടെ 169 മൈനസ് 25 ദെൻ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു നമുക്ക് 144 എന്ന് കിട്ടും അപ്പോൾ എൽ ഈക്വൽ ടു √144 അതായത് എൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു നമുക്ക് 12 എന്ന് കിട്ടി എൽ ഈക്വൽ ടു 12 അപ്പം എ കിട്ടി എൽ കിട്ടി കേട്ടോ എയും എല്ലും ആയി ഇനി ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിനി കളി തുടങ്ങുന്നത് നമുക്ക് എന്താ വേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ ടോട്ടൽ സർഫസ് ഏരിയ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താ എ സ്ക്വയർ പ്ലസ് 2al ശരിയല്ലേ എന്നാൽ വാല്യൂ കൊടുത്തോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 12 ശരിയല്ലേ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ 100 പ്ലസ് 2 ഇൻറ്റു 12 24 ഇൻറ്റു 10 എന്താ 24 ഇൻറ്റു 10 എന്താ 240 അല്ലേ 240 അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്നത് 340 സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സമയം ഞാൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് റെഡിയല്ലേ വളരെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങളത് ന്യൂസ് പ്രിൻറ്റിലോ നോട്ടിലോ ചെയ്ത് പഠിക്കുക കേട്ടോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ ശരി